ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ് ഇഡി. അനുമതി തേടി കൊച്ചി ഇഡി യൂണിറ്റ് ദില്ലിയിലെ ഇഡി ഡയറക്ടറേറ്റിന് കത്തയച്ചു. ആദ്യഘട്ട നടപടി എന്ന നിലയിൽ ജയിലിൽ കഴിയുന്ന പ്രതികളുടെ മൊഴിയെടുക്കാനാണ് ഇഡിയുടെ തീരുമാനം. അതേസമയം കോടതി വിമർശനത്തിന് പിന്നാലെ എസ്ഐടിയും കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങുന്നു. പോറ്റി സ്വർണം നൽകിയത് സ്പോൺസർഷിപ്പിനുള്ള പ്രത്യുപകാരമായാണെന്ന് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ മൊഴി നൽകി. ഹരിമോഹൻ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ഹരിമോഹൻ. ഇഡിയുടെ നടപടികൾ വേഗത്തിലാകുമോ? എന്താണ് നിലവിലെ നീക്കങ്ങൾ സംബന്ധിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ? സുജയ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം SIT അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയും തുടർന്ന് കോടതി അതിന് അനുമതി നൽകുകയും ചെയ്തു. ഇപ്പോൾ അതിൽ കേസെടുക്കാനുള്ള നീക്കത്തിലേക്ക് ഇഡി കടക്കുകയാണ്. അതായത് ECIR രജിസ്റ്റർ ചെയ്യണം കേസെടുക്കുന്നതിന്റെ ഭാഗമായി. ആ ECIR രജിസ്റ്റർ ചെയ്യാനുള്ള അനുമതി കൊച്ചി യൂണിറ്റ്, ഇഡിയുടെ കൊച്ചി യൂണിറ്റ് ദില്ലിയിലെ ഡയറക്ടറേറ്റിന് അനുമതി തേടിക്കൊണ്ട് കത്തയച്ചിരിക്കുകയാണ്. അനുമതി തിങ്കളാഴ്ചയോടെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇഡി ഉള്ളത്. തിങ്കളാഴ്ച ആ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ തിങ്കളോ ചൊവ്വയായി ECIR രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് ഈ ജയിലിൽ കഴിയുന്ന SIT അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികളുടെ മൊഴി രേഖപ്പെടുത്താൻ കൂടിയാണ് ഇഡി ഒരുങ്ങുന്നത്. അതായത് ഈ അന്വേഷണത്തിൽ ഇപ്പോൾ നിലവിൽ തെളിഞ്ഞിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി സ്വർണ്ണക്കൊള്ളയിൽ വലിയ രീതിയിൽ ഭാഗമാക്കായിട്ടുണ്ട്. മാത്രമല്ല അന്തർ സംസ്ഥാന കുറ്റവാളികൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ SIT കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല ഈ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയുമോ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ സ്വർണം വിറ്റിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ഇഡി അന്വേഷണം കൊണ്ടുപോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫെമ വയലേഷൻ, അതായത് വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലാണ് ഇഡി ഈ അന്വേഷണം ഏറ്റെടുക്കാൻ വേണ്ടി ഒരുങ്ങിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനാണ് ഇഡി ഒരുങ്ങുന്നത്. അതേസമയം തന്നെ SIT അവരുടെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അവരിൽ നിന്ന് നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് SITക്ക് ലഭിച്ചത്. ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുള്ള പാളികൾ, ആ പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ച് 989 ഗ്രാം സ്വർണം വേർതിരിച്ചിട്ടുണ്ട്. ആ 989 ഗ്രാമിൽ 474 ഗ്രാം ഗോവർദ്ധൻ, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധന് കൈമാറിയിട്ടുണ്ട്. ഇത് തനിക്ക് പ്രത്യുപകാരമായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയത് എന്നുള്ളതാണ് ഗോവർദ്ധന്റെ മൊഴി. അതായത് ശബരിമലയിലെ സ്പോൺസർഷിപ്പിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞപ്പോഴൊക്കെ താൻ പണം നൽകിയിട്ടുണ്ട്. ഏകദേശം 1.5 കോടിയോളം രൂപ താൻ നൽകിയിട്ടുണ്ട്. അതിന് പ്രത്യുപകാരം എന്ന നിലയിൽ ആ സ്വർണം കൈമാറുകയും സാധാരണ സ്വർണത്തിന്, അതായത് ഇതിന്റെ മൂല്യം കണക്കാക്കാതെ സാധാരണ സ്വർണത്തിനുള്ള ഒരു 14 ലക്ഷം രൂപ താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിന് തിരിച്ചു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഗോവർദ്ധന്റെ മൊഴിയായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് SIT കടക്കുന്നത്. സുജയ. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ്.